മുണ്ടക്കൈ ചൂരമല ടൗൺഷിപ്പിലെ വെള്ളം കിനിഞ്ഞിറങ്ങിയ സംഭവം, ആ പരാതി ഉയർന്ന വീടിപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സന്ദർശിക്കുന്നുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. സംസ്ഥാന നേതാക്കളായ വസീഫ് അടക്കമുള്ളവർ സംഘത്തിലുണ്ട് എന്ന് നമുക്ക് കാണാം. ഒപ്പം തന്നെ അവിടുത്തെ ജനപ്രതിനിധികളടക്കമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാളിദാസൻ ദേവദത്തം വയനാട്ടിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. കാളിദാസൻ, വലിയ വിവാദത്തിലേക്കൊക്കെ നയിച്ച സംഭവമാണ്. ഇന്നലെ റവന്യൂ മന്ത്രി എത്തിയിരുന്നു, അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് എത്തിയിരുന്നു. ഇപ്പോൾ ഡിവൈഎഫ്ഐയും ആ വീട് സന്ദർശിക്കുകയാണല്ലോ. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സർക്കാർ ടൗൺഷിപ്പിൽ ULCCS അധികൃതർ വിള്ളൽ കണ്ടെത്തിയ 8-ാം നമ്പർ വീട് നൌഫലിൻ്റെ വീട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് വന്ന് സന്ദർശിച്ചു. അതിന് മുൻപേ മന്ത്രി കെ രാജൻ വന്ന് സന്ദർശിച്ചു, പരിശോധിച്ചു. ശേഷം വിള്ളലില്ല എന്നുള്ള തരത്തിലേക്ക് കടന്നു. ആ വാദം തള്ളുന്ന സാഹചര്യമൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നതാണ്. ഇന്നിപ്പോൾ നിലവിൽ ഇത്തരം വിവാദം, ഈ ഒരു വിവാദം ചൂടുപിടിച്ച് നിൽക്കുമ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഈ വീട് സന്ദർശിക്കാനായി എത്തിയിരിക്കുകയാണ്. ഒപ്പം നിരവധി പ്രാദേശിക നേതാക്കൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വസീഫ് അല്പം നേരം പുറത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം താക്കോൽ കിട്ടി അകത്തോട്ട് കയറി. അതിനിടയ്ക്ക് ഇവിടെ മഴയും പെയ്തു. മുകളിൽ പോയി, ടെറസിൽ പോയി ഈ വിള്ളൽ എപ്പോക്സി ചെയ്ത ആ ഭാഗമൊക്കെ തന്നെ കണ്ടു. തിരിച്ച് താഴേക്ക് വന്നു. ഈ ഒരു അകത്തെ വിള്ളലുള്ള അടയാളപ്പെടുത്തി അടക്കമുള്ള ഈ പാടുകൾ, വിള്ളലിൻ്റെ പാടുകൾ കൃത്യമായി സന്ദർശിച്ചു. അതിനുശേഷം ഇപ്പോൾ സമയത്തിനുള്ളിൽ തന്നെ മാധ്യമങ്ങളോട് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പ്രതികരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതികരണങ്ങളെയൊക്കെ തന്നെ കടക്കും. നമുക്കറിയാം, വലിയ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളിലേക്കൊക്കെ തന്നെ കടന്നിരുന്ന ഒരു വിവാദം കൂടിയാണ്. ഒപ്പം മന്ത്രി കെ രാജൻ്റേത് നാടകമാണെന്നുള്ള തരത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഗുരുതര ക്രമക്കേട് സർക്കാർ ടൗൺഷിപ്പിനെ സംബന്ധിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ള പ്രസ്താവനയൊക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നു. അതോടൊപ്പം സർക്കാർ ടൗൺഷിപ്പിനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് അടക്കം പറഞ്ഞത്. ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. വി വസീഫിന്റെ പ്രതികരണമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അവിടെ ആ വീട് സന്ദർശിച്ച് കഴിഞ്ഞ ശേഷമാണ് ഈ പ്രതികരണം. വലത് ഭാഗത്ത് നേരത്തെ കഴിഞ്ഞ ദൃശ്യങ്ങൾ കാണാം. ആ ചോർച്ചയുണ്ടായ വീടിന്റെ ടെറസിൽ ഡിവൈഎഫ്ഐ നേതാക്കൾ എത്തിയിരുന്നു. അവിടെ എവിടെയാണ് ഈ പ്രശ്നങ്ങളുള്ളത് എന്ന് കണ്ടെത്തിയ ശേഷമാണ്, നോക്കിയ ശേഷമാണ് ഇപ്പോൾ ഈ പ്രതികരണം. കേരളത്തിലെ ഈ വിവാദങ്ങളുടെ ഒരവസ്ഥ, വിവാദങ്ങളിലൂടെ കേരളത്തിലുണ്ടാക്കുന്ന വല്ലാത്തൊരവസ്ഥയുണ്ട്. അത് കണ്ടിട്ടാണ് ഞങ്ങൾക്കിപ്പോൾ ഒരു വല്ലാത്ത പ്രയാസം തോന്നുന്നത്. ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ ഇവിടം സന്ദർശിച്ചുവെന്നും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ വലിയ രീതിയിലുള്ള സംസാരവും ഒക്കെ നമ്മളൊക്കെ കേട്ടു. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ വിവാദമാക്കാൻ എന്താണിപ്പോൾ ഇവിടെ ഉള്ളത് എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തമുണ്ടായ ഉടനെ 25 വീട് സർക്കാരുമായി സഹകരിച്ച് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞവരാണ് ഡിവൈഎഫ്ഐ. ഞങ്ങൾ ആ പ്രഖ്യാപനം നടത്തി. കേരളത്തിലുടനീളം ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ അധ്വാനത്തിനിറങ്ങി. ഇപ്പോൾ ഇവിടെ തന്നെ ഈ ടൗൺഷിപ്പ് കാണാൻ വന്ന കുറേയേറെ സഖാക്കളുണ്ട്. കണ്ണൂരിൽ നിന്നൊക്കെ വന്നതാ, ഷീജു ഇവരൊക്കെ ഉണ്ട് ഇവിടെ. മാടായി നിന്നും മറ്റൊക്കെ വന്നവരാ. ഇവരൊക്കെ ആ സമയത്ത് ഇവിടെ രക്ഷാപ്രവർത്തനത്തിനും മറ്റുമൊക്കെ വന്നവരാ. ആ ദുരന്ത സമയത്ത് ഈ ഗവൺമെന്റിന്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും വോളണ്ടിയർമാരുടെയും ഒക്കെ കൂടെ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഇടപെട്ടവരാണ് ഇവിടെയുള്ള ഡിവൈഎഫ്ഐ സഖാക്കളൊക്കെ. മറ്റു പലരും ഉണ്ട്. അന്നത്തെ ആ ഒരു സമയത്ത് മറ്റൊന്നും ചിന്തിക്കാതെ 25 വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞവരാ ഞങ്ങൾ. അതിനുവേണ്ടിയുള്ള അധ്വാനം നടത്തും. പണപ്പിരിവല്ല, അധ്വാനമാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ബിരിയാണി ചലഞ്ചും അതുപോലെ തന്നെ കല്ല് ചുമന്നും ചക്ക പറിച്ചു ഇതൊക്കെ ഒരുപാട് ആവർത്തിച്ചു. ഞങ്ങൾ ആക്രി വിറുക്കിയൊക്കെ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പണം സമാഹരിച്ചു. അങ്ങനെ ഞങ്ങൾ 25 വീട് പറഞ്ഞ് 100 വീടിനുള്ള 20 കോടി രൂപ ഗവൺമെന്റ് പറഞ്ഞ അക്കൗണ്ടിലേക്ക് കൊടുത്തു. ആ കൊടുത്ത ഞങ്ങൾക്കെതിരെ ആക്ഷേപിക്കാനും ഞങ്ങൾ കൊടുത്ത പണത്തിൽ
എന്നാൽ അതിനൊരു സമയദൈർഘ്യത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ, അതിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാകുമല്ലോ എന്നൊക്കെ ചോദിച്ച് ഇവിടെ ഒരു അസ്വസ്ഥതകൾ സൃഷ്ടിച്ച് ഞങ്ങൾക്കെതിരെ ഒരു സംശയമൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ ഉള്ള ഒരു ശ്രമം ഇവിടെ കണ്ടു. അതുമാത്രമല്ല, ഞങ്ങൾ ഒരു ഔദ്യോഗിക വക്താവ് പറയാണ് ULCCയുടെ പണം ഞങ്ങൾക്ക് തന്ന് ആ പണം ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ടൗൺഷിപ്പ് പ്രൊജക്റ്റിലേക്ക് കൊടുത്തു, അല്ലാതെ ആക്രി പെറുക്കിയിട്ടൊന്നും ഇത്ര പണം കിട്ടില്ല എന്നൊക്കെ. ഞാനിതിവിടെ സൂചിപ്പിച്ചത് എന്താണെന്നറിയോ, ഇങ്ങനെ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന കേരളത്തിലെ ഈ കോൺഗ്രസിനെ ഒരു വല്ലാത്ത പരിലാളന കൊടുത്ത് ഒരു കവചമുണ്ടാക്കി കൊടുത്ത് ഈ സമൂഹത്തിൽ അവതരിപ്പിക്കാൻ ഈ VD സതീശന്റെ ഉപജാപക സംഘങ്ങൾ ചില മാധ്യമ പ്രവർത്തകരായി പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾക്കൊക്കെ സംശയം തോന്നുന്നു. 20 കോടി രൂപ ഗവൺമെന്റ് നിർദ്ദേശിച്ച അക്കൗണ്ടിലേക്ക് കൈമാറിയ ഞങ്ങൾക്കെതിരെ ഈ ചൂരൽമലയിലെ പുനരധിവാസ പ്രവർത്തനം നടത്തുന്ന ഈ ടൗൺഷിപ്പ് പ്രൊജക്റ്റിൽ വന്നിരുന്ന് ഒരു നാണവുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ ഒരുത്തം വന്ന് പറയുക. എന്താ അയാളോടൊക്കെ പറയുക? ഇത് അയാളുടെ ഞാൻ അയാളെ വ്യക്തിപരമായിട്ട് പറയുന്നില്ല, അയാളുടെ ഒരു പ്രത്യേക താല്പര്യമൊന്നും ആയിരിക്കില്ല. വസീഫിന്റെ പ്രതികരണം അവിടെ നടക്കുന്നുണ്ട്. വയനാട്ടിൽ ടൗൺഷിപ്പിൽ എത്തിയ ശേഷം അവിടെ വീട് ചോർച്ചയുണ്ടായ വീട് കണ്ട ശേഷമാണ് ഈ പ്രതികരണം. ഇത്രമാത്രം വലിയ വിവാദമാക്കാനുള്ള എന്ത് സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ വസീഫ് ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ ഇത് കണ്ടെത്തിയതായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിലയിലുള്ള പ്രതികരണമാണ് വരുന്നത്. എന്തായാലും വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും ആ വീട്ടിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഈ കാര്യം രാഷ്ട്രീയ വിവാദമാക്കി ഇരുപക്ഷവും ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തുടരെയുള്ള സന്ദർശനങ്ങളൊക്കെ. എന്തായാലും എല്ലാവരും ഒന്ന് നോക്കട്ടെ, ആ സാഹചര്യങ്ങൾ വിലയിരുത്തട്ടെ. പക്ഷെ അതിനൊക്കെ അപ്പുറം ആ ദുരന്തബാധിതരായ മനുഷ്യർക്ക് എത്രയും വേഗം ആ വീട് താമസയോഗ്യമാകുന്ന നിലയിൽ തന്നെ കിട്ടേണ്ടതുണ്ട്. ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകൾ കൂടി നമുക്ക് അതിൽ വലിയ പ്രതീക്ഷ വെക്കാം. അതായത് 100% ഒരു കുറ്റമില്ലാതെ എന്ന് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ ഈ വീടുകൾ കൈമാറുകയുള്ളൂ എന്നാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ കാലതാമസം അതുണ്ടാകാതെ തന്നെ അവർക്കത് കിട്ടട്ടെ എന്നതാണ് നമ്മുടെയും പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.